Hello all, welcome to Toppers World. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ആണ്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വാർഷിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അതിന്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഭാഗം ഒന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എപ്പോഴും പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഈ ടൈമിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 9ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാം സ്പെഷ്യലായ മാത്തമാറ്റിക്സ്. ആദ്യ ചോദ്യം, ദ മാർക്സ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ എ മാത്സ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. അപ്പോൾ 8 കുട്ടികളുടെ മാത്സ് എക്സാമിലെ മാർക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ മീൻ ആണ് കാണേണ്ടത്. മീൻ കാണണമെങ്കിൽ എല്ലാം കൂടി കൂട്ടുക, എത്ര എണ്ണം അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് 8 നമ്പറുകളാണ്. ഇപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് കണ്ടല്ലോ, 70 + 65 + 45 എല്ലാം കൂടി ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ 8 ചെയ്യുകയാണ്. 480/8 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരും 60 എന്ന് അറിയാലോ നിങ്ങൾക്ക്. അടുത്ത ചോദ്യം വരുന്നത് രണ്ടാമത്തെ, sum of two numbers is 21 and their difference is 5. What are the numbers? അപ്പോൾ രണ്ട് സം x + y 21ഉം x + y ആയിട്ട് നമുക്ക് 21ഉം x - y ആയിട്ട് 5നെയും എടുക്കുക. അപ്പോൾ x ഉം y ഏതാ നമ്മൾ കാണണം. അപ്പോൾ അതിന്റെ ഉത്തരം വരുന്നത് കണ്ടല്ലോ, x + y 21ഉം x - y 5ഉമാണ്. അപ്പോൾ x = 13ഉം y = 8ഉം കിട്ടും നമുക്ക്. അടുത്ത ചോദ്യം, the area of a circle is 4π square centimeter. What is its radius? Area of circle ആണ് തന്നിരിക്കുന്നത്. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? πr² = 4π. നമ്മൾ അതിന്റെ റേഡിയസ് കാണണം. നിങ്ങൾക്ക് വേണമെങ്കിൽ πr² ഇട്ടിട്ട് എന്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ πr² 4π ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പൈയും ഈ ഒരു പൈയും ക്യാൻസൽ ചെയ്യുക. r² = 4 ആണ്. r = എന്ത് ചെയ്യുക? √4 ആക്കുക. അപ്പൊ എന്താ വരിക? r = 2 എന്ന് വരും. അടുത്ത ചോദ്യം നാലാമത്തെയാണ്. ഇൻ ദ ഗിവൺ ഫിഗർ, തന്നിരിക്കുന്ന ഫിഗറിൽ വാട്ട് പാർട്ട് ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് അൺഷെയ്ഡഡ് റീജിയൻ എന്നാണ് ചോദ്യം. ഒരു സർക്കിൾ എപ്പോഴും 360 ഡിഗ്രി ആണ്. അതിൽ 40, 50, 30 എന്ന ഡിഗ്രീസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 50 + 40 90, 90 + 30 എത്ര വരാം? 120 അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 360 ആ ഷെയ്ഡഡ് റീജിയൻ ആയ 120നെ അങ്ങ് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ 360 ചെയ്യുക. അപ്പോൾ നമുക്ക് 2/3 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ, ഇനി 5th ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഫിഗർ, ഇൻ ദ ഫിഗർ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് AB 1 മീറ്റർ AC 2 മീറ്റർ തന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC ഇൻ മീറ്റേഴ്സ് ആണ്. BC √3 ആണ് വരിക. പൈതഗോറസ് തിയറം വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. പൈതഗോറസ് തിയറം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ, ഈ സൈഡുള്ളത് കിട്ടും. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഹാവിംഗ് സൈഡ് BC ആൻഡ് കറക്റ്റ് ഇറ്റ് അപ് ടു a സെന്റിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ 4 ഇൻറ്റു ഈ ഭാഗത്തുള്ളത് എടുത്താൽ മതി, √3. അപ്പോൾ 4√3 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. അടുത്ത ചോദ്യം, ദ ബേസ് എഡ്ജ് ഓഫ് എ റെഗുലർ ഹെക്സഗണൽ പ്രിസം. റെഗുലർ ഹെക്സഗണൽ പ്രിസം ആണ്. അത് 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് 15 ആണ്. ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ പ്രിസം ആണ്. ബേസ് ഏരിയ കാണണം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ പ്രിസം. രണ്ടും ചെയ്യണം. ബേസ് ഏരിയ കാണാൻ ചെയ്യേണ്ടത്, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡാണ്. √3 6√3/4 × 8 സ്ക്വയർ ചെയ്യുക, 96√3 എന്ന് ആൻസർ കിട്ടും. ബി എന്താ? വോളിയം ആണ്. വോളിയം = 96√3. ഇവിടെ ബേസ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം കാണാനുള്ള ഫോർമുല. ബേസ് ഏരിയ 96√3 × 15 15 ചെയ്യുക. 96ഉം 15ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് 1440 കിട്ടുക. √3നെ അതേപോലെ തന്നെ എഴുതുക. വോളിയം ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബിലാണ് ഉണ്ടാവുക കേട്ടോ, ക്യൂബ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ABC ഈസ് എൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. തന്നിരിക്കുന്ന ഫിഗറിൽ ABC എന്ന് പറയുന്നത് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. എന്താണ് ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശവും തുല്യമായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം 60 ഡിഗ്രീസും ആയിരിക്കും. അതിൽ തന്നെ CD എന്താണ്? 2√3 തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AB ഇൻ സെന്റിമീറ്റേഴ്സ്? AB എത്രയാണെന്ന് ചോദ്യം.
അപ്പോൾ എ ബി എത്ര 4 സെന്റിമീറ്റർ ആണ് വരിക. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കാണുക. √3/4 × 4² ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് 4√3 എന്ന് വരും. അടുത്ത ചോദ്യം, ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 80 degree is 12 centimeters. What is the length of an arc of central angle 20 degree in this circle എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ലെങ്ത് ആണ് 12/4 ചെയ്താൽ മതി, നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് വരും. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 20 degree in a circle with radius 1.5 times of this circle. 1.5 times ആണ്. അപ്പോൾ 3/2 3 × 1/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3/2 × 3 ചെയ്താൽ മതി. 4.5 സെന്റിമീറ്റർ ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഡ്രോ ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റർ. പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആയ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. അതെങ്ങനെയാണ് വരിക എന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മുടെ പെരിമീറ്റർ 13 ആയിരിക്കണം, പക്ഷേ ഇക്വലേറ്ററൽ ട്രയാങ്കിളും ആയിരിക്കണം. കണ്ടല്ലോ, ഇവിടെയാണ് ആ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ നമ്മൾ വരച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, the relation between radius and perimeter is given in the following table. റേഡിയസും പെരിമീറ്ററും തമ്മിലുള്ള നമുക്ക് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ. ആദ്യം ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ വരുന്നത് 2πr ആണ്. ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് ആണോ എന്നാണ് ചോദ്യം. സർക്കംഫറൻസും റേഡിയസും പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? 2π ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരിക. 11ാമത്തെ ചോദ്യം, ദ ബേസ് റേഡിയോ ഓഫ് 2 സിലിണ്ടേഴ്സ്. 2 സിലിണ്ടറിന്റെ ബേസ് റേഡിയസ്, അതിന്റെ റേഷ്യോ ആണ്, റിയൽ നമ്പർ അല്ല, റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 1:2 ആണ്. ആൻഡ് ദെയർ ഹൈറ്റ്സ്, അതിന്റെ ഹൈറ്റ്സ് വരുന്നത് 4:3 ആണ്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദെയർ ലാറ്ററൽ സർഫസ് ഏരിയാസ്? അപ്പോൾ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയുടെ റേഷ്യോ കാണണം. അപ്പോൾ നമ്മൾ 2πr(h) ആണ് ഏരിയ വരുമ്പോൾ. അപ്പോൾ 2πr(h/2πr) രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ 2πr(h) ചെയ്യുക. ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. അപ്പം നമുക്ക് 2ഉം 2ഉം പൈയും കോമൺ ആണ്, അത് കട്ട് ചെയ്ത് കളയുക. 2π കോമൺ ആണ്. ബാക്കി R1ഉം H1ഉം R2ഉം H2ഉം റേഷ്യോ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ റേഡിയസ് 1, ഹൈറ്റ് 4, റേഷ്യോസ് കണ്ടല്ലോ, അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് റേഡിയസ് 2, ഹൈറ്റ് 3. 1 × 4 4/6 ആണ് വരിക. നമുക്ക് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2/3 വരിക. If the lateral surface areas of the first cylinder 30 square centimeters, what is the lateral surface area of the second cylinder? ആദ്യത്തെ സിലിണ്ടറിന്റെ lateral surface area 30 ആണെങ്കിൽ സെക്കൻഡ് സിലിണ്ടറിന് എങ്ങനെയാണെന്നാണ്. 30/S2 = 2/3 ആണ്. 30/S2 30 ആദ്യത്തെ സിലിണ്ടറിന്റെ തന്നിട്ടുണ്ട്, സെക്കൻഡ് സിലിണ്ടറിന്റെ നമുക്ക് അറിയില്ല. 30/S2 = 2/3 എന്ന് എഴുതുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. S2നെ പുറത്തിടുക. 30 × 3/2 എന്ന് എഴുതിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് 45. ഇനി പോളിനോമിയൽ P of x = x² + 3x + 2. അപ്പോൾ ഒരു പോളിനോമിയൽ P of x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. P of 0, P of 1, അതേപോലെ P of 1 + P of -1/P of 0 കണ്ടുപിടിക്കണം. P of 0 കാണുമെന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ അവിടെയൊക്കെ 0 ഇട്ടിട്ട് സോൾവ് ചെയ്യുക. P of 1 എന്ന് പറഞ്ഞാലും എക്സിന്റെ അവിടെ 1 ഇട്ടിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ P of 0 ആദ്യം കാണാം. P of 0 കാണുമ്പോൾ 2 ആണ് ആൻസർ വരിക കേട്ടോ. കാരണം 0² ഇവിടെ 3 × 0 0 തന്നെ വരും. അപ്പോൾ ഇതെല്ലാം 0 അല്ലേ, അപ്പോൾ 2 ആൻസർ വരും. അടുത്തത് 1 ആണെങ്കിൽ 1² + 3 × 1 + 2 ആണ് വരിക. അപ്പോൾ 1 + 3 + 2 എന്ന് വരും. അപ്പോൾ 6 വരും. കണ്ടോ 6. അടുത്തത് P of 1ഉം P of -1. അപ്പോൾ P of 1 നമ്മൾ 6 കണ്ടു. P of -1 പറയുന്നത് 0 ആണ് /2. അപ്പോൾ 6/2 3 വരും. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ദ ഡയമീറ്റർ ഓഫ് ലാർജ് സെമി സർക്കിൾ 8 സെന്റിമീറ്റേഴ്സ്. ആ വലിയ സെമി സർക്കിളിന്റെ ആണ് 8 സെന്റിമീറ്റർ. 2 കുഞ്ഞു സെമി സർക്കിളുകൾ അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഇതുപോലെ with half its diameter are drawn. What is the radius of the small semicircle? അപ്പോൾ ഈ ചെറിയ സെമി സർക്കിളിന്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഫൈൻഡ് ദ ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ. ലാർജ് സെമി സർക്കിളിന്റെ ഏരിയ കാണണം. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ? ഷെയ്ഡഡ് റീജിയന്റെ ഏരിയയും കാണണം. അപ്പോൾ റേഡിയസ് ഓഫ് ലാർജ് സെമി സർക്കിൾ 4 ആണ്. റേഡിയസ് ഓഫ് സ്മോൾ സെമി സർക്കിൾ 2 വരിക.
ഇനി അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ ആണ്. അപ്പോൾ π/2 × 4 സ്ക്വയർ ചെയ്യുക, 8π cm² ആൻസർ വരും. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കാണാൻ 8πയിൽ നിന്ന് ഇത് കുറച്ചാൽ മതി കേട്ടോ. 8π മൈനസ് 2 സെമി സർക്കിൾ ആണ്. അപ്പോൾ 8π മൈനസ് 2 × 1/2 π × 2 സ്ക്വയർ ചെയ്യുക, 4π ആൻസർ വരും. അടുത്തത് ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദി ഇക്വേഷൻ ബിലോ. അപ്പോൾ x+2 = 5 ആണ്. അപ്പം നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ആ മോഡിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ x = 5 - 2 3 വരും, അല്ലെങ്കിൽ എന്തെന്ന് വരും, -7 വരും. അടുത്തത് ബി ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്യുക. എക്സിന് മാത്രം പുറത്തിടുക, -6 -2 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 2 ആൻസർ വരും. 15. In the figure, the sides of a rectangle are 6 cm and 4 cm. A sector is drawn with a vertex as center. What is the area of the rectangle എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ റെക്ടാങ്കിളുടെ ഏരിയ കാണാൻ 6 × 4 ചെയ്താൽ മതി, 24 വരും. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ഈ ഒരു സെക്ടറിന് മാത്രം ഏരിയ കാണാൻ 1/4 × π × 4 സ്ക്വയർ, 4π എന്ന് വരും. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ആണെങ്കിൽ നമുക്ക് സെക്ടറിൻ്റെ 4π കിട്ടിയല്ലോ. അപ്പോൾ മൊത്തം 24 ആണ്. നമ്മൾ ആദ്യം ഏരിയ 24 കണ്ടു. ആ 24-ൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഏരിയ ഓഫ് സെക്ടർ ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് മൈനസ് ചെയ്യുക. 24-ൽ നിന്ന് 4π മൈനസ് ചെയ്യണതായിരിക്കും ആൻസർ. അടുത്തത് the base edges of a triangular prism are 5 cm, 12 cm and 13 cm. Height of the prism is 20 cm. What is the base perimeter of the prism? പ്രിസത്തിന്റെ ബേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ബേസ് പെരിമീറ്റർ എത്ര വരിക? 30 ആണ് വരിക. കാരണം 5 ഉണ്ട്, 12, 13. അപ്പോൾ എത്ര വരും? 5 + 2 7 + 3 10, ഇങ്ങനെയാണ് 30 വരിക കേട്ടോ. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യേണ്ടത്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ 30 × 2 600 വരും. ഇനി നമുക്ക് കാണേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്, TSA ആണ് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ബേസ് ഏരിയ വേണം നമുക്ക് കേട്ടോ. ബേസ് പെരിമീറ്റർ അല്ല, ബേസ് ഏരിയ വേണം. ബേസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഡ്ജ് 1/2 ഇൻറ്റു നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? 5 × 12 ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 30 cm കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ കണ്ടുപിടിച്ച 600 + 30 + 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 660. അടുത്ത ചോദ്യം, ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. റെക്ടാങ്കിളിലെ സൈഡുകൾ 1 മീറ്റർ കുറച്ചു. ഇറ്റ്സ് ഏരിയ വുഡ് ബി 99. അപ്പം അതിൻ്റെ ഏരിയ 99 സ്ക്വയർ മീറ്റർ. ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ, ഇനി 1 മീറ്റർ കൂട്ടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി 143 സ്ക്വയർ മീറ്റേഴ്സ്. അതെന്തായി മാറും? 143 സ്ക്വയർ മീറ്റർ ആവും. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്നാണ് ചോദ്യം. റെക്ടാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദ്യം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ റെക്ടാങ്കിളിലെ ലെങ്ത്തും ബ്രെത്തും എക്സ് ആൻഡ് വൈ ആണെങ്കിൽ x - 1 × y - 1 99. ഡിക്രീസ്ഡ് ആണല്ലോ, അപ്പം നമ്മൾ ഓരോ മൈനസ് കൊടുക്കുക. ഇനി ഇൻക്രീസ്ഡ് പറഞ്ഞാൽ x+1 y +1 കൊടുക്കുക. റെക്ടാങ്കിളുടെ വശങ്ങളെയാണ് കേട്ടോ എക്സ് വൈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 143. ഇനി നമ്മൾ എന്ത് ചെയ്യുക? xy - x - y = 98. മൈനസിന്റെ ഫോർമുലയാണ് കേട്ടോ ഇത്. xy + x + y = 142 കൊടുത്തു. കാരണം ഇത് ഒരെണ്ണം കുറയും ഒരെണ്ണം കൂടും. ഓക്കെ, ഇനി 2xy = ഇപ്പോൾ എന്തെന്ന് വരും? നമുക്ക് 240 എന്ന് വരും. xy = ഈ 2 അപ്പുറത്ത് പോയി ഡിവൈഡ് ആയിട്ട് മാറും 120. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. x + y 22 ആണ്, x 12 y 10. അടുത്തത്, ഇൻ ദ ഫിഗർ വൺ സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ആണ്, 6 വശങ്ങളാണ്. അതിൻ്റെ ഒരു സൈഡ് 6 സെന്റിമീറ്റർ. സെക്ടേഴ്സ് ആർ ഡ്രോൺ വിത്ത് വെർട്ടിസസ് ഓഫ് ദിസ് ഹെക്സഗൺ സെന്റർ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് എ സെക്ടർ? സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ഹെക്സഗൺ ആണെങ്കിൽ 120 ആണ് വരിക. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ? റെഗുലർ ഹെക്സഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ ആണ്.
ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ പെരിമീറ്റർ നമ്മൾ കാണണം. അപ്പോൾ 36 ആണ് നമുക്ക് ടോട്ടൽ. 36 ഇൻറ്റു 6 ഇൻറ്റു 120/360 ചെയ്യുക, ഇൻറ്റു 2π ഇൻറ്റു 3. 36 + 12π ആൻസർ കിട്ടും. അടുത്തത് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾസ് ഓഫ് ഏരിയ 100 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പം നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ഇവിടെ 10, ഇവിടെയും 10 ആണ്. ഇവിടെ 4, ഇവിടെ 25. കംപ്ലീറ്റ് ദ ടേബിളിൻ്റെ ആൻസേഴ്സ് ആണ്. Using the table, write the relation as an algebraic equation by taking length as x centimeter and breadth y centimeter. ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും വൈയും എടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതണം. x × y 100 ആണ്. ഹൗ ഡു വി സ്റ്റേറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് പ്രപ്പോർഷൻ? നമ്മളത് ടേംസ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ നമ്പേഴ്സ് ആർ ഇൻ ഇൻവേഴ്സ് പ്രപ്പോർഷൻ. അടുത്തത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പി ഓഫ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. 21st question. The table below shows members in a farmers club grouped according to their ages. How many members are in the club ആണ്. മൊത്തം എത്ര മെമ്പേഴ്സ് എന്ന് അറിയാൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി 40. മീൻ ഏജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മീൻ ഏജ് ആണ്. ഇതെല്ലാം കൂടിയിട്ട് 40 വന്നു. ദെൻ ഇതെല്ലാം കൂടി ഏജ് എല്ലാം കൂടിയിട്ടും ആഡ് ചെയ്യണം. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഈ 40 ഏജിലുള്ള 8 പേരുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു ബോക്സും കൂടി വരും. ടോട്ടൽ ചെയ്തിട്ട് 40 × 8 ആണ് 320. അതേപോലെ 45 × 6 എത്രയാണ്? ഇത് അങ്ങനെ എഴുതിയതിന് ശേഷം എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് കേട്ടോ 1920 വരിക /40. അപ്പം നമുക്ക് ആൻസർ 48 വരും. അടുത്തത് ഇൻ ദ ഫിഗർ എ സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് സെന്റർ ആസ് 1 വെർട്ടെക്സ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. സൈഡ് 10 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സർക്കിൾ 6 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ ബി എ സി എത്രയാണെന്നാണ് ചോദ്യം. ആംഗിൾ ബി എ സി എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ അൺഷെയ്ഡഡ് സെക്ടർ. ഇതിൻ്റെ ഏരിയ എത്രയാണ്? 60 അതായത് മൊത്തം 360 ആണ്. 60 ആണ് ഇത്. അപ്പോൾ 60/360 ഇൻറ്റു π × 6², 6π സെൻറ്റിമീറ്റർ ആൻസർ വരും. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ദ മേജർ ആർക്ക്, വലുത് കേട്ടോ, ആൻഡ് പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദ സെക്ടർ ചെയ്യുക. അപ്പോൾ നമുക്ക് 300/360 ഇൻറ്റു 36π ആണ് ഏരിയ ഓഫ് ദ മേജർ ആർക്ക്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ √3/4 ഇൻറ്റു 10² മൈനസ് ഏരിയ ഓഫ് ദി സെക്ടർ 6π. അപ്പോൾ 24π + 25√3. അടുത്തത് എ ബ്ലോക്ക് ഓഫ് വാക്സ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പ്രിസം. ഇപ്പോൾ ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ ഷേപ്പാണ്. ബേസ് എഡ്ജ് 12ഉം ഹൈറ്റ് 25ഉം. എ സിലിണ്ടർ ഓഫ് മാക്സിമം സൈസ് ഇസ് കാവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു സിലിണ്ടർ അതിൽ നിന്ന് മുറിച്ചെടുക്കുന്നു. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആണ്. റേഡിയസ് എന്താ വരിക? 12 ആണ് ബേസ് എഡ്ജ് എങ്കിൽ അതിൻ്റെ പകുതി 6 ആണ് റേഡിയസ് വരിക. വോളിയം ഓഫ് ദ സിലിണ്ടർ πr² ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈ ആർ എന്താണ്? 6 സെൻറ്റിമീറ്റർ, 6 ആണ്. അപ്പോൾ π × 6 × 6 × 25 900 വരും. അടുത്തത് ഹൗ മെനി ഐഡന്റിക്കൽ ക്യൂബ്സ് ഓഫ് സൈഡ്സ് 1 cm ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് ദ റിമൈനിങ് വാക്സ് ആണ് ചോദ്യം. അപ്പോൾ വോളിയം ഓഫ് ദ സ്ക്വയർ പ്രിസം ആദ്യം കാണുക. ബേസ് എഡ്ജ് ഇൻറ്റു ഹൈറ്റ് ചെയ്തു 3600 വരും. വോളിയം ഓഫ് ദ റിമൈനിങ് വാക്സ് കാണാൻ 3600 നിന്ന് സിലിണ്ടറിൻ്റെ 900 മൈനസ് ചെയ്യുക. അപ്പോൾ 774 വരും. വോളിയം ഓഫ് ദ ക്യൂബ് ഇവിടെ 1 തന്നിട്ടുണ്ട്. 1 ക്യൂബ് 1 തന്നെയാണ്. നമ്പർ ഓഫ് ക്യൂബ്സ് 774/1 774 എന്ന ആൻസർ വരും. അടുത്തത് ദ ഗ്രാഫ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് ഗിവൺ. പി ഓഫ് 1 0 ആണ്. പി ഓഫ് 2 0 ആണ്. പി ഓഫ് 0 4 കേട്ടോ. അടുത്തത് ഇതിൽ അടുത്തത് 25. In an auditorium, there are 15 pillars in the shape of square prism. The base edge of the pillar is 40 cm and height is 4 meters. What is the lateral surface area of one pillar? Lateral surface area of one pillar കാണാൻ 4 × a × h ആണ്. അപ്പോൾ നമ്മൾ മീറ്ററിനെ ആണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ. 4 × 0.04 × 4 ചെയ്യുക. അപ്പം നമുക്ക് 6.4 കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 15. ഇവിടെ നമുക്ക് വാട്ട് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഓൾ ദ പില്ലേഴ്സ് ₹90 per square meter ആണ്. അപ്പം നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 15 പില്ലേഴ്സ് കാണുക. 15 × 6.4 ചെയ്ത് 96 m² വരും. കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 96 × 90 ചെയ്താൽ 8640 വരും.
അടുത്തത് സീ ദ പിക്ചർ ഓഫ് ദ ഗിവൺ ക്വാഡ്രിലാറ്ററൽ. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ നോക്കുക. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫിഗർ ഇതാണ്. ഡ്രോ ദ ക്വാഡ്രിലാറ്ററൽ വിച്ച് ദ സെയിം ആംഗിൾസ് ആസ് ദിസ് ആൻഡ് സൈഡ് സ്കെയിൽ ബൈ 1.5 ടൈംസ്. ഇതുപോലെയാണ് നിങ്ങളത് സ്കെയിൽ ചെയ്ത് വരയ്ക്കേണ്ടത് കേട്ടോ. 27ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ AB 12 cm, AC is to CB equal to 2:1. PQ is the bisector of angle ACD. What is the measure of angle BCQ? ആംഗിൾ BCQ 45 ഡിഗ്രി ആണ്. AC എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8 സെന്റിമീറ്റർ ആണ്. CB 4 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ആണ്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ 1/4 പൈ ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 1/8 പൈ ഇൻറ്റു 4 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് 16ഉം ഇത് 2 പൈയുമാണ്. 16 + 2 18 പൈ. The consumption of electricity of 20 households in a locality given in the following table. Find the mean consumption of electricity ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ മീൻ തന്നെയാണ് കണ്ടിരിക്കുന്നത്, മീഡിയൻ അല്ല. നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് 4 ആണ്. അപ്പം ഇതിൽ നമ്മൾ ഒരു മിഡ് കാണണം കേട്ടോ. മിഡ് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഇടയിൽ ഒരു ടേബിൾ കൂടി വരും. 100ഉം 150ൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുന്നു. 125 എടുത്തിട്ടാണ് ചെയ്യുക. അങ്ങനെ ഒരു ബോക്സ് കൂടി വരും. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4600 വരും. ബൈ ഈ ടോട്ടൽ ചെയ്യുക. ആ ബോക്സ് ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ആ ബോക്സ് ഒന്ന് എഴുതി നോക്കാം. ഒരു മിനിറ്റ്. നിങ്ങൾ ആ ബോക്സ് ഒന്ന് എഴുതിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുതന്നെയാണോ എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് ഒരു ബോക്സും കൂടി ഇടയിൽ കൊടുക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്ത് 4600 നിങ്ങൾക്ക് കിട്ടും. ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ 230 യൂണിറ്റ്സ് ആൻസർ വരും. റീഡ് ദ ഫോളോയിങ് മാത്തമാറ്റിക്കൽ പാറ്റേൺ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ആണ്. നിങ്ങൾ ആ പാറ്റേൺസ് നോക്കുക. എന്നിട്ട് റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദിസ് പാറ്റേൺ. ഈ പാറ്റേണിൻ്റെ നെക്സ്റ്റ് ലൈൻ എഴുതണം. നെക്സ്റ്റ് ലൈൻ ഇങ്ങനെയാണ് വരിക. 1/4 + 1/5 ഡിവൈഡഡ് ബൈ 1/4 - 1/5 9 വരും. അടുത്തത് ഇതിന് ബി ചോദ്യം വരുന്നത്, നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഇതൊരു ഉത്തരമാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം 1/15 + 1/16 ഡിവൈഡഡ് ബൈ 1/15 - 1/16 ദാറ്റ് ഇസ് ഈക്വൽ ടു 31. അടുത്തത് റൈറ്റ് ദ 25th ലൈൻ ആണ്. 25th ലൈൻ വരുന്നത് 1/25 + 1/26 ഡിവൈഡഡ് ബൈ 1/25 - 1/26 51 ആണ് ഉത്തരം വരിക. അടുത്തത് ഡി ആണ്. ഫൈൻഡ് പി ആണ് ചോദിച്ചിരിക്കുന്നത്. പി 1/30 ആണ്. അടുത്തത് ഇ എന്താ, 1/n + 1/n + 1 ഡിവൈഡഡ് ബൈ 1/n - 1/n + 1 ആണ്. അപ്പം അതിൻ്റെ ഉത്തരം വരുന്നത് 2n + 1 ആണ്. ഇതിൽ ഉത്തരങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ ക്ലാസ്സിൽ പറ്റില്ല, അത്രയും ലെങ്തി ആയി പോവും. നിങ്ങൾക്ക് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്ന് നോക്കി നിങ്ങൾ ആ ഭാഗം ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തതിൻ്റെ ലക്ഷ്യം. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെക്സഗൺ, നമ്മളിപ്പോൾ പിരമിഡിൻ്റെ ക്യൂബിൻ്റെ ഒക്കെ കുറേ ഫോർമുലാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആ ചാപ്റ്ററൊക്കെ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.